ഇന്ത്യ ദി ലാൻഡ് ഓഫ് സിന്തസിസ്, സമന്വയത്തിന്റെ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് റീജിയണൽ ലാംഗ്വേജസിന്റെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ആർക്കിടെക്ചർ ആൻഡ് പെയിന്റിങ്, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ അതോടുകൂടി നമ്മുടെ ഒരു യൂണിറ്റ് കഴിയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് മ്യൂസിക്, സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഏറ്റവും ആദ്യം ഒരു ബോക്സിനുള്ളിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. Indian music could captivate the heart and the mind like no other country's music could do. But even after 30 or 40 years, a foreigner still found it difficult to comprehend this subtle nuances of Indian ragas. അതായത് ഇതാര് പറഞ്ഞതാ? അമീർ ഖുസ്രു പറഞ്ഞത്. ആര്? അമീർ ഖുസ്രു. ദി അബോവ് വേർഡ്സ് ആർ ഓഫ് അമീർ ഖുസ്രു ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻ ഓഫ് മെഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞനായ അമീർ ഖുസ്രുവിന്റെ വാക്കുകളാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് മറ്റു പല രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ടാവും? മ്യൂസിക് ഉണ്ടാവും, സംഗീതം ഉണ്ടാവും. അപ്പൊ ഈ മറ്റു രാജ്യങ്ങളിലെ സംഗീതത്തെക്കാളൊക്കെ നമ്മുടെ ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമാണ്. അതുപോലെ 30-40 കൊല്ലം എടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ രാഗം കൃത്യമായിട്ട് ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും, ദുഷ്കരമായിരിക്കും. അപ്പൊ ലോകത്ത് എല്ലാ രാജ്യത്തും സംഗീതമുണ്ടെങ്കിലും ഇന്ത്യൻ സംഗീതമാണ് അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. അത് അനുകരിക്കാനോ ആ രീതിയിൽ പാടാനോ ആ രീതിയിൽ സംഗീത രചന നടത്താനോ ഒക്കെ വിദേശികൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അമീർ ഖുസ്രു എന്ന് പറയുന്ന മെഡിവൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞൻ പറയുന്നത്. ഓക്കെ, അപ്പോ it was during the medieval period that music was enriched with different forms. medieval periodil സംഗീത രംഗത്തും എന്തുണ്ടായി? ഒരുപാട് പുരോഗതി ഉണ്ടായി, വളർച്ചയുണ്ടായി. ഓക്കെ, പുതിയ പുതിയ രൂപങ്ങൾ കൊണ്ട് ഒരുപാട് വളർച്ച സംഗീതത്തിനുണ്ടായ കാലഘട്ടമാണ് ഇത് medieval period. Considerable progress was attained by the Carnatic music, the musical style of South India. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അതായത് സൗത്ത് ഇന്ത്യയിലെ സംഗീതമാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് മ്യൂസിക് എന്നറിയപ്പെടുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും സിനിമയിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. കർണാട്ടിക് മ്യൂസിക് എന്നുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടാവും. കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ കർണാട്ടിക് മ്യൂസിക് ഇവിടെ പറയുന്നു, കൺസിഡറബിൾ പ്രോഗ്രസ് വാസ് അറ്റൈൻഡ് ബൈ ദി കർണാട്ടിക് മ്യൂസിക്, ദി മ്യൂസിക്കൽ സ്റ്റൈൽ ഓഫ് സൗത്ത് ഇന്ത്യ. അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലിയാണ് ഇത് കർണാട്ടിക് സംഗീതം. ഈ കർണാട്ടിക് മ്യൂസിക്, കർണാടക സംഗീതം ഈ മെഡിവൽ പീരീഡിലാണ് കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. ഓക്കെ, ദി ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യൻ ഓഫ് ദി പീരിയഡ് വാസ് നായിക് ഗോപാൽ. ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാട്ടിക് മ്യൂസിഷ്യനാണ്, കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതജ്ഞനാണ് നായിക് ഗോപാൽ എന്ന് പറയുന്ന വ്യക്തി. നായിക് ഗോപാൽ, ഇമ്പോർട്ടന്റ് ആണ് ആ പേര്. ദെൻ a large number of musicians migrated from Deccan to North India during the medieval period. ഈ ഡെക്കാൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ റീജിയൻ എന്നും വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഡെക്കാൻ പ്രദേശത്ത് നിന്ന് ഈ മെഡിവൽ പീരീഡിൽ ഒരുപാട് മ്യൂസിഷ്യൻസ് എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു? നോർത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് താമസം മാറ്റി അല്ലെങ്കിൽ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. ഡ്യൂറിങ് ദി സെയിം പീരീഡ് a new music style evolved in North India due to the influence of Persian music, and it came to be known as Hindustani music. Underline ചെയ്യാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കർണാട്ടിക് മ്യൂസിക് പറഞ്ഞു, അതേപോലെ പേർഷ്യൻ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഗീതമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ കർണാട്ടിക് മ്യൂസിക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിഷ്യൻ നായിക് ഗോപാൽ. അതേപോലെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അമീർ ഖുസ്രു ആണ്. ഓക്കെ, അദ്ദേഹം പിന്നെ ഏത് കാലത്താണ് ജീവിച്ചതോടെ പറയുന്നു? അമീർ ഖുസ്രു, ഹു ലിവ്ഡ് ഇൻ സൽത്തനത്ത് പീരിയഡ്, വാസ് വൺ ഓഫ് ദി ഫേമസ് ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻസ് ഓഫ് ദി സൽത്തനത്ത് പീരിയഡ്. ഓക്കെ, സൽത്തനത്ത് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ ആയിരുന്നു ആര്? അമീർ ഖുസ്രു. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മ്യൂസിക് കർണാട്ടിക് മ്യൂസിക് എന്നറിയപ്പെടുന്നു, പ്രധാനപ്പെട്ട മ്യൂസിഷ്യൻ നായിക് ഗോപാൽ. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ അമീർ ഖുസ്രു. ആ രണ്ട് പേരുകൾ അവിടെ ഓർത്തു വെക്കുക. പിന്നെ
Amir Khusro received training in different aspects of Indian music from the Carnatic musician Naik Gopal. നമ്മൾ പറഞ്ഞല്ലോ കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിട്ടുള്ള നായിക് ഗോപാലിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ, സംഗീതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അമീർ ഖുസ്രു പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ഈ കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിട്ടുള്ള നായിക് ഗോപാലിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ദി മെഡിവൽ റൂളേഴ്സ് were patrons of this category of music. ഈ മെഡിവൽ പീരീഡിൽ മ്യൂസിക്കിൽ ഇത്ര വളർച്ച ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താ? അന്നത്തെ ഭരണാധികാരികൾ സംഗീതത്തെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരികളായിരുന്നു. ഓക്കെ, ഒരുപാട് സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത, അതിനോട് താല്പര്യമുണ്ടായിരുന്ന ഭരണാധികാരികളാണ് മെഡിവൽ റൂളേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ അത് സംഗീതത്തിന്റെ മ്യൂസിക്കിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ആൻഡ് ന്യൂ ഫോംസ് ഓഫ് മ്യൂസിക് എമേർജ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഈ കാലത്ത് സംഗീതത്തിൽ പുതിയ പുതിയ രീതികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അതേപോലെ പുതിയ ചില ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങളൊക്കെ ഈ മെഡിവൽ പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറയുന്നു ദി ടെക്നിക്സ് ഓഫ് പേർഷ്യ വർ എക്സ്പെരിമെന്റഡ് ഇൻ ഇന്ത്യൻ മ്യൂസിക്. അതായത് പേർഷ്യയിൽ നിന്നുള്ള സംഗീതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സംഗീതത്തിലും എന്ത് ചെയ്തു? നമ്മൾ പരീക്ഷിച്ചു. സംഗീതവുമായി ബന്ധപ്പെട്ട പേർഷ്യൻ രീതികളൊക്കെ ഇന്ത്യൻ മ്യൂസിക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നു ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മെഡിവൽ പീരീഡിൽ. അതേപോലെ തന്നെ ചില സിംഗിങ് സ്റ്റൈൽസ് പറയുന്നു. ദി സിംഗിങ് സ്റ്റൈൽസ് സച്ച് ആസ് ഖയാൽ ആൻഡ് തുമ്രി ഗോട്ട് പോപ്പുലാരിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഖയാല്, തുമ്രി തുടങ്ങിയിട്ടുള്ള ചില സിംഗിങ് രീതികൾ, ആലാപന രീതികൾക്ക് ഈ കാലത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചു. ശ്രദ്ധിക്കണം, സിംഗിങ് സ്റ്റൈൽ സച്ച് ആസ് ഖയാൽ, തുമ്രി, ആലാപന രീതികളാണ് രണ്ടും. അപ്പൊ ഇത് ഈ കാലത്ത് കൂടുതൽ പോപ്പുലറായി. അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ചിലതൊക്കെ, ഏതൊക്കെ? ലൈക്ക് സിതാർ, സാരംഗി, തബല എക്സെട്ര ഓൾസോ ബിക്കെയിം പോപ്പുലർ. ഓക്കെ, ഏതൊക്കെ? ഈ പറയുന്ന സിത്താറ്, സാരംഗി, തബല, ഇതൊക്കെ ഓരോ സംഗീതോപകരണങ്ങളാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള പുതിയ പുതിയ ചില ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇക്കാലത്ത് കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. അപ്പോൾ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കുറേ മാറ്റങ്ങൾ, പുരോഗതികൾ ഈ കാലത്ത് ഉണ്ടാവുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്. ദി സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് സം സൂഫീസ് ഇൻ സിംഗിങ് ഓൾസോ വർ റെസ്പോൺസിബിൾ ഫോർ ദീസ്. അതായത് സൂഫികൾക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭക്തിഗാനങ്ങളുമായി ബന്ധപ്പെട്ട് സൂഫികൾക്കും വലിയ സംഭാവന വഹിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ സൂഫിസം പഠിച്ചപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില സൂഫികൾക്ക് ഇങ്ങനെ ആലാപനത്തിൽ, അല്ലെങ്കിൽ പാട്ട് പാടുക, അതാണ് ആലാപനം, ആലാപനത്തിൽ ഉണ്ടായിരുന്ന താല്പര്യമൊക്കെ എന്തിനു കാരണമായിട്ടുണ്ട്? ഇങ്ങനെ പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവാനും സംഗീതം വളരാനും ഒക്കെ കാരണമായിട്ടുണ്ട്. And it was through the Sufi saints that ഖയാൽ and ghazal became widespread in India. അതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നു. ഏതൊക്കെ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗസൽ, അല്ലെ? അതേപോലെ തന്നെ ഖയാൽ. ഓക്കെ, അപ്പൊ ഖയാൽ എന്ന സംഗീത രീതി, അതേപോലെ ഗസലുകൾ, ഇതൊക്കെ ഇന്ത്യയിൽ കൂടുതൽ വികാസം പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള സൂഫി സന്യാസിമാരിലൂടെയാണ്. ഗായകർ കൂടിയായിട്ടുള്ള സൂഫി വര്യന്മാരിലൂടെ, അല്ലെങ്കിൽ സൂഫി സന്യാസിമാരിലൂടെയാണ്, സൂഫികളിലൂടെയാണ് ഈ ഖയാൽ എന്ന് പറയുന്ന ആലാപന രീതിയും അതേപോലെ ഗസൽ എന്ന് പറയുന്ന സംഗീത രീതിയും ഒക്കെ ഇന്ത്യയിൽ കൂടുതൽ എന്താവുന്നത്? പോപ്പുലർ ആവുന്നത്, പ്രചരിക്കുന്നത്. Okay, the musical works of Sanskrit were translated into Persian during this period. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കൃത ഭാഷയിൽ, സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്കൃത ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പല കൃതികളും പേർഷ്യൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദി വർക്ക് ഓൺ മ്യൂസിക്, രാഗദർപ്പൺ, അങ്ങനെയുള്ള ഒരു വർക്കാണ് ഇത്, രാഗദർപ്പൺ. ഓക്കെ, സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്, രാഗദർപ്പൺ, വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, രാഗദർപ്പൺ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംസ്കൃതത്തിൽ എഴുതപ്പെട്ട രാഗദർപ്പൺ എന്നുള്ള ഈ ഒരു കൃതി എന്ത് ചെയ്തു? മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വർക്ക് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരുടെ ഭരണകാലത്ത്? ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ, സൽത്തനത്ത് റൂളറായ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലത്ത്. ഓക്കെ, നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ, മ്യൂസിക് വളരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? മെഡിവൽ റൂളേഴ്സ് വർ പാട്രൺസ് ഓഫ് പാട്രൺസ് ഓഫ് മ്യൂസിക്. ഓക്കെ, മെഡിവൽ റൂളേഴ്സ് വർ പാട്രൺസ് ഓഫ് മ്യൂസിക്. സംഗീതത്തിന്റെ പ്രോത്സാഹകരായിരുന്നു, സംരക്ഷകരായിരുന്നു, അതിനോട് താല്പര്യമുണ്ടായിരുന്നവരായിരുന്നു ആര്? മെഡിവൽ റൂളേഴ്സ്. അതുകൊണ്ടാണ് മ്യൂസിക്കിൽ എത്രത്തോളം വളർച്ച ഉണ്ടായത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്ത് രാഗദർപ്പൺ എന്ന് പറയുന്ന കൃതി പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതേപോലെ അക്ബറിന്റെ കാര്യം പറയുന്നു. എംപറർ അക്ബർ വാസ് എ ഗ്രേറ്റ് ലവർ ഓഫ് മ്യൂസിക്. സംഗീതം ഒരുപാട് ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര്യ അക്ബർ. അബുൾ ഫസൽ സ്റ്റേറ്റ്സ് ദാറ്റ്, ആരാ അബുൾ ഫസൽ? ഇതൊക്കെ നേരത്തെ പഠിച്ചതാ. അക്ബറിന്റെ കൊട്ടാര കവിയാണ് ആര്? കൊട്ടാര ചരിത്രകാരനാണ് ആര്? അബുൾ ഫസൽ. ഓക്കെ, അപ്പൊ അബുൾ ഫസൽ പറയുന്നു 36 musicians were patronized by അക്ബർ.
അതായത് തന്റെ കൊട്ടാരത്തിൽ അക്ബർ ചക്രവർത്തി തന്റെ കൊട്ടാരത്തിൽ 36 സംഗീതജ്ഞരെ സംരക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ അക്ബറിന്റെ കൊട്ടാരത്തിൽ 36 മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു, 36 സംഗീതജ്ഞരുണ്ടായിരുന്നു എന്ന് ആര് പറയുന്നു? അബുൾ ഫസൽ പറയുന്നുണ്ട്. ഓക്കെ, അബുൾ ഫസൽ പറയുന്നുണ്ട്. ദി മോസ്റ്റ് ഫേമസ് among them was താൻസൻ. ഈ 36 മ്യൂസിഷ്യൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? താൻസൻ. ഓക്കെ, ദി ദർബാർ രാഗ ഇമ്പോർട്ടന്റ് ആണ്. ദി ദർബാർ രാഗ വിച്ച് enriched the ഹിന്ദുസ്ഥാനി മ്യൂസിക് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയിട്ടുള്ള ദർബാർ രാഗം ആരുടെ സംഭാവനയാണ്? അത് താൻസന്റെ സംഭാവനയാണ്. ഓക്കെ, ദർബാരി രാഗത്തിന്റെ വക്താവാരാണ്? അത് താൻസൻ ആണ്. ആരാ താൻസൻ? അക്ബറിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിഷ്യൻ ആണ് താൻസൻ. ഓക്കെ, ദി വർക്ക് സംഗീത രത്നാകരം, ദി വർക്ക് സംഗീത രത്നാകരം ഓഥേർഡ് ബൈ ശാങ്കദേവൻ. ശാങ്കദേവന്റെ സംഗീത രത്നാകരം എന്ന് പറയുന്ന കൃതി. ഓക്കെ, ദാറ്റ് വാസ് ആൻ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മെഡിവൽ ഇന്ത്യ ടു മ്യൂസിക്. മധ്യകാല ഇന്ത്യയുടെ മ്യൂസിക് ഫീൽഡിലേക്കുള്ള, സംഗീത മേഖലയിലേക്കുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് ഈ പറയുന്ന വർക്ക്, ഈ പറയുന്ന കൃതി സംഗീത രത്നാകരം. അതിന്റെ ഓതറയും ആ പുസ്തകത്തിന്റെ പേരും ഒരുമിച്ച് പഠിച്ചു വെക്കുക. സംഗീത രത്നാകരം ബൈ ശാങ്കദേവൻ. ഓക്കെ, ശാങ്കദേവൻ. അപ്പൊ ഇത് മിഡിവൽ ഇന്ത്യയുടെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്ന് ഓർക്കാം. പിന്നെ the Carnatic music of South India was influenced by the Persian and Arabic music during the Vijayanagara rule. Okay, അതായത് ഈ വിജയനഗര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ അതേപോലെ അറബി സംഗീതം, പേർഷ്യൻ അതേപോലെ അറബി മ്യൂസിക് എന്ത് ചെയ്തിട്ടുണ്ട്? ദക്ഷിണേന്ത്യയിലുള്ള, നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള കർണാട്ടിക് മ്യൂസിക്കിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ മ്യൂസിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതേപോലെ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള, സംസ്കൃതിയിൽ ഉണ്ടായിട്ടുള്ള മ്യൂസിക് വർക്ക്സ് ഒക്കെ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പുരോഗതികൾ, അതേപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, ഇങ്ങനെയുള്ള ഒരുപാട് വളർച്ചകൾ, അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സിതാർ, സാരംഗി, തബല തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ സിംഗിങ് സ്റ്റൈൽസ്, ഖയാൽ ആൻഡ് തുംറി, ഇങ്ങനെ ഒരുപാട് പുരോഗതികൾ മിഡിവൽ പീരീഡിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പല സംഗീതങ്ങളും പരസ്പരം കൂടിച്ചേർന്നിട്ടുണ്ട്, പുതിയ രീതികൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂടിച്ചേരൽ തന്നെയാണ് നമ്മളെ ചാപ്റ്റർ പറയുന്ന സംഗതി. എന്താണ്? ദി ലാൻഡ് ഓഫ് സിന്തസിസ്. അല്ലെ, സിന്തസിസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പലതിന്റെയും കൂടിച്ചേരലാണ്. അപ്പൊ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് ആർക്കിടെക്ചർ ആൻഡ് പെയിന്റിംഗ്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, വാസ്തുവിദ്യയും ചിത്രകലയും. ആർക്കിടെക്ചർ ആൻഡ് പെയിന്റിംഗ്, വാസ്തുവിദ്യ അതേപോലെ ചിത്രകല. ആർക്കിടെക്ചർ ആൻഡ് പെയിന്റിംഗ് അറ്റൈൻഡ് പ്രോഗ്രസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് മിഡിവൽ പീരീഡ്. മിഡിവൽ പീരീഡിൽ ഈ പറയുന്ന രണ്ട് കാര്യത്തിലും, ആർക്കിടെക്ചറിലും പെയിന്റിംഗിലും എന്തുണ്ടായിട്ടുണ്ട്? ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് യു ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദി ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ഓഫ് ദി പീരീഡ് ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ, മുൻ ക്ലാസ്സുകളിൽ അങ്ങനെയുള്ള ചില നിർമ്മിതികളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആയിക്കോട്ടെ. പിന്നെ it was during the medieval period that the new styles of architecture such as Dravida, Nagara and Indo-Persian etc. developed. Important ആണ്. മിഡിവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ത്രീ സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചർ ആണ് ഏതൊക്കെ? ന്യൂ സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചർ സച്ച് ആസ് ദ്രാവിഡ ആർക്കിടെക്ചർ ഓർ ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, നാഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഇങ്ങനെയുള്ള 3 സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ 3 പിന്നെ വാസ്തുവിദ്യാ രീതികൾ ഈ ഒരു മിഡിവൽ പീരീഡിൽ വളർന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില പിക്ചേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം കൊടുത്തുള്ള ഈ ഒരു ചിത്രം നോക്കുക. ബൃഹദീശ്വര ടെമ്പിൾ ആണ് തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ടെമ്പിൾ. അത് ദ്രാവിഡ ആർക്കിടെക്ചറിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു സംഗതി കൂടി, ചിത്രത്തിന് താഴെയുള്ള ഈ ഒരു ലൈൻ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. എക്സാമിന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. അത് എക്സ്ട്രാ റീഡിംഗ് അല്ല. ഓക്കെ, ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിനുള്ള എക്സാമ്പിൾ ആണ് തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം ടെമ്പിൾ. ഓക്കെ, the blending of different sculptural styles was a speciality of the age. ഈ കാലത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, അതായത് പല രൂപത്തിലുള്ള ശില്പകലകളുടെ അല്ലെങ്കിൽ ശില്പകലാ ശൈലികളുടെ ഒരു ബ്ലെൻഡിങ്, സമന്വയം ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നു. അത്
പിന്നെ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചർ അല്ല, അത് വേറെ തന്നെ, സ്കൾപ്ചറൽ സിസ്റ്റം അത് വേറെ തന്നെയാണ്, അത് ശില്പകലയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കിടെക്ചർ ആണ്. 3 സ്റ്റൈൽ ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കി. രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡ് ഫോർട്ട്, ഡൽഹിയിലെ റെഡ് ഫോർട്ട്, ചെങ്കോട്ട. അത് ഏത് എക്സാമ്പിളാ? ഏതിന് എക്സാമ്പിൾ ആണ്? ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിനുള്ള എക്സാമ്പിൾ ആണ് ഏത്? ഈ കാണുന്ന ചെങ്കോട്ട, റെഡ് ഫോർട്ട്. ഓക്കെ, അതും ഒന്ന് നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കുന്നത് നല്ലതാണ്. അതേപോലെ നെക്സ്റ്റ് വൺ ഇവിടെ വേറൊന്ന് കാണാം. കാന്തര്യ ക്ഷേത്രം, കാന്തര്യ ടെമ്പിൾ, ഖജുരാഹോ. ഓക്കെ, ഇത് എന്തിനാണ്? ഇത് പിന്നെ നാഗര ആർക്കിടെക്ചറിനുള്ള എക്സാമ്പിൾ ആണ്. ഖജുരാഹോ എന്ന് പറയുമ്പോൾ അത് മധ്യപ്രദേശിലാണ് കേട്ടോ, മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെയും എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞു. ഏറ്റവും ആദ്യം തഞ്ചാവൂരിലെ പിന്നെ ബൃഹദീശ്വര ടെമ്പിൾ, അത് ദ്രാവിഡ ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആണ്. അതേപോലെ റെഡ് ഫോർട്ട് എന്താ ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആണ്. അതേപോലെ കാന്തര്യ ടെമ്പിൾ, കാന്തര്യ ക്ഷേത്രം, പിന്നെ അത് എന്തിനാ? നാഗര ആർക്കിടെക്ചറിന് പിന്നെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഖജുരാഹോ എന്ന് പറയുമ്പോൾ, ഖജുരാഹോ എന്ന് പറയുന്ന സ്ഥലത്താണ് കാന്തര്യ ടെമ്പിൾ ഉള്ളത്. അത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇങ്ങനെ 3 സ്റ്റൈൽ ഉണ്ടായിരുന്നു, 3നും 3 എക്സാമ്പിളും നമ്മൾ നോക്കി. ഇനി അടുത്തത് പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഒബ്സർവ് ദി പിക്ചേഴ്സ്, ദേ വർ പെയിന്റഡ് ഡ്യൂറിംഗ് ദി മെഡിവൽ പീരീഡ്. ഏത് പിക്ചേഴ്സ് ആണ് നോക്കാൻ പറയുന്നത്? അതാ ഇവിടെ മുഗൾ പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ചിത്രങ്ങളും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതാണ്? ഇതൊക്കെ മിഡിവൽ പീരീഡിലെ പെയിന്റിങ്സ് ആണ്. സീ ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് ദി പെയിന്റിങ്സ് ഓഫ് ദി ഏജ്. ദി പെയിന്റിംഗ് സ്റ്റൈൽ ദാറ്റ് കെയിം ഇൻ ടു വർക്ക് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ് ഈസ് നോൺ ആസ് മിനിയേച്ചർ പെയിന്റിംഗ്. ഇമ്പോർട്ടന്റ് ആണ്. മുഗൾ പീരീഡിൽ ഉണ്ടായി വന്ന ഒരു ചിത്രകലാ രീതിയാണ് മിനിയേച്ചർ പെയിന്റിംഗ്. ഓക്കെ, മുഗൾ കാലഘട്ടത്തിലെ ഒരു ചിത്രകലാ രീതിയാണ് മിനിയേച്ചർ പെയിന്റിംഗ്. അതായത് സൂക്ഷ്മ ചിത്രകല എന്ന് പറയും നമ്മൾ, സൂക്ഷ്മ ചിത്രകല. ഓക്കെ, എന്താ ഈ സൂക്ഷ്മ ചിത്രകല? വളരെ ചെറിയ രൂപത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നത് പോലെയുള്ള ചെറിയ ചിത്രങ്ങൾ വരയ്ക്കലാണ് മിനിയേച്ചർ പെയിന്റിംഗ്. ഓക്കെ, ദിസ് ഈസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ഡ്രോയിങ് പിക്ചേഴ്സ് ലൈക്ക് ദി പിക്ചേഴ്സ് ഇൻ ബുക്സ്. ഓക്കെ, പുസ്തകങ്ങളിലൊക്കെ കാണുന്ന ചെറിയ ചിത്രങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ ചെറുതാക്കി ചിത്രങ്ങൾ വരയ്ക്കുന്ന രീതിയാണ് മിനിയേച്ചർ പെയിന്റിംഗ്. അത് മിഡിവൽ പീരീഡിലെ അല്ലെങ്കിൽ മുഗൾ പീരീഡിലെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ സ്റ്റൈൽ. ഈ ഒരു മിനിയേച്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തിന്റെ കോമ്പിനേഷനാണ്? ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പെയിന്റിങ്ങിന്റെയും അതേപോലെ തന്നെ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് പെയിന്റിങ്ങിന്റെയും രണ്ടിന്റെയും ഒരു ബ്ലെൻഡിങ് ആണ്, രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇത് മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഈ മാർക്ക് ചെയ്തിട്ടുള്ള 3 സെന്റൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിയേച്ചർ പെയിന്റിംഗ് മുഗൾ പീരീഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അതിന്റെ പ്രത്യേകത ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നത് പോലെയുള്ള ചെറിയ ചിത്രങ്ങളാണ്. അതേപോലെ ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇന്ത്യൻ ആൻഡ് പേർഷ്യൻ സ്റ്റൈൽസ് ഓഫ് പെയിന്റിംഗ്. Okay, then the Mughal Emperor Humayun contacted Persian artists, and Mir Sayyid Ali and Abdus Samad were brought to his court. The Mughal style of painting was developed by them. Okay, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്താ പറയുന്നത്? The Mughal Emperor Humayun contacted Persian artists, and Mir Sayyid Ali and Abdus Samad were brought to his court. മുഗൾ ഭരണാധികാരിയായിരുന്ന ഹുമയൂൺ പേർഷ്യൻ കലാകാരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മിർ സയ്യിദ് അലി അതേപോലെ അബ്ദുസ് സമദ്, ഓക്കെ, മിർ സയ്യിദ് അലി, അബ്ദുസ് സമദ് എന്നിവരെ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്? ഹുമയൂൺ. ഈ 2 ആളുകൾ ആരാ? മിർ സയ്യിദ് അലി അതേപോലെ അബ്ദുസ് സമദ്. ഇവർ 2 പേരുമാണ് ആര്? ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഗൾ സ്റ്റൈൽ ഓഫ് പെയിന്റിങ്ങിന്റെ ഉപജ്ഞാതാക്കള് ഇവരാണ്. മുഗൾ സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് വാസ് ഡെവലപ്ഡ് ബൈ ദം. ഈ പറയുന്ന മിർ സയ്യിദ് അലി, അബ്ദുസ് സമദ് തുടങ്ങിയിട്ടുള്ള പേർഷ്യൻ ആർട്ടിസ്റ്റുകളാണ് മുഗൾ സ്റ്റൈൽ ഓഫ് പെയിന്റിങ്ങിന്റെ ഉപജ്ഞാതാക്കൾ. ഡെവലപ്പ് ചെയ്യുന്നത് അവരാണ്. ഇവരെ കൊണ്ടുവന്നത് ആരാണ്? ഇവരെ കൊണ്ടുവന്നത് ഹുമയൂൺ ആണ്. മുഗൾ ഭരണാധികാരിയായ ഹുമയൂൺ ആണ് ഇവരെ കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ പേരുകൾ ഓർക്കുക, മിർ സയ്യിദ് അലി ആൻഡ് അബ്ദുസ് സമദ്. Painting competitions were organized in royal institutes known as karkhanas during the reign of Akbar. അക്ബറിന്റെ കാലത്ത് എന്ത് നടത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്? പെയിന്റിംഗ് കോമ്പറ്റീഷൻസ് ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് അക്ബർ. അക്ബറിന്റെ കാലത്ത് ഇങ്ങനെയുള്ള ചിത്രരചന മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എവിടെ വെച്ചിട്ട്? ഖർഖാനകളിൽ വെച്ചിട്ട്. ആൻഡ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് സെക്ഷൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദം. പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അതിൽ പങ്കെടുത്തു.
പിന്നെ ദി സ്റ്റോറീസ് ഓഫ് മഹാഭാരത വർ കംപ്ലീറ്റ്ലി കമ്പൈൽഡ് ഇൻ ടു എ സീരീസ് ഓഫ് പെയിന്റിംഗ് കോൾഡ് രാസ്നാമ ബൈ ദസ്വന്ത് ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് അക്ബർ. ഓക്കെ, അക്ബറിന്റെ കാലത്ത് നമ്മൾ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അല്ലെ, അക്ബറിന്റെ പിന്നെ താൻസന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പെയിന്റിങ്ങിന്റെ കാര്യത്തിലും പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ആര്, അക്ബർ എന്നാണ് ഇത് കാണിക്കുന്നത്. അക്ബറിന്റെ കാലത്ത് എന്ത് ചെയ്തു എന്നാ പറയുന്നത്, സ്റ്റോറീസ് ഓഫ് മഹാഭാരത വർ കംപ്ലീറ്റ്ലി കമ്പൈൽഡ് ഇൻ ടു എ സീരീസ് ഓഫ് പെയിന്റിംഗ് കോൾഡ് രാസ്നാമ ബൈ ദസ്വന്ത് ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് അക്ബർ. അതായത് പിന്നെ ദസ്വന്ത് എന്ന് പറയുന്ന ചിത്രകാരൻ രാസ്നാമ എന്ന പേരിൽ എന്ത് ചെയ്തു, മഹാഭാരത കഥ പൂർണ്ണമായിട്ട് ചിത്രരൂപത്തിലാക്കി തയ്യാറാക്കി. ഓക്കെ, മഹാഭാരത കഥ ആ സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ചിത്രകഥയാക്കി പിന്നെ രൂപത്തിൽ തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്, ദസ്വന്ത്. അതിന് കൊടുത്ത പേരാണെന്ത്, രാസ്നാമ. ആരുടെ കാലത്ത് ഇത് നടക്കുന്നത്, അക്ബറിന്റെ കാലത്ത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാഭാരതം മുഴുവനായിട്ട് ഒരു ചിത്രകലാരൂപത്തിൽ അല്ലെങ്കിൽ ചിത്രരൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ്. സീരീസ് ഓഫ് പെയിന്റിംഗ് അല്ലെ, മഹാഭാരത ഒരു സീരീസ് ഓഫ് പെയിന്റിംഗ് ആക്കി തയ്യാറാക്കിയ വ്യക്തിയാണ് ദസ്വന്ത്. അതിന് കൊടുത്ത പേരാണ് രാസ്നാമ എന്നുള്ളത്. ഇന്ത്യൻ സബ്ജക്ട്സ് ആൻഡ് നാച്ചുറൽ സീൻസ് ഗ്രാജുവലി ബിക്കെയിം ദി തീം ഓഫ് പെയിന്റിംഗ്. ക്രമേണ മാറ്റങ്ങൾ വന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇവിടെ പറയുന്നു ഇന്ത്യൻ സബ്ജക്ട്സ് ആൻഡ് നാച്ചുറൽ സീൻസ് ഗ്രാജുവലി ബിക്കെയിം ദി തീംസ് ഓഫ് പെയിന്റിംഗ്. അതായത് ഇന്ത്യയിലെ പിന്നെ വിഷയങ്ങൾ, നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ ക്രമേണ ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ വരാൻ തുടങ്ങി. ആൻഡ് the painters of the period showed their proficiency in drawing the pictures of birds and animals. ഇക്കാലത്തെ ചിത്രകാരന്മാര് പിന്നെ അവരുടെ ഇങ്ങനെയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വരയ്ക്കുന്നതിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അത്രത്തോളം വളരെ ജീവസുറ്റ ചിത്രങ്ങളാണ് അക്കാലത്ത് വരച്ചിരുന്നത് എന്നും പറയാം. The quality of paintings increased considerably during the reign of ജഹാംഗീർ. ജഹാംഗീറിന്റെ കാലമാകുമ്പോഴേക്കും ഈ ചിത്രകലാ രീതിയുടെ അല്ലെങ്കിൽ ചിത്രകലയുടെ ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെ ക്വാളിറ്റി, ഗുണമേന്മ ഒന്നുകൂടി വർദ്ധിക്കാൻ ആരംഭിച്ചു. ഓക്കെ, ഗുണമേന്മ ഒന്നുകൂടി ജഹാംഗീറിന്റെ കാലത്ത് ചിത്രങ്ങളുടെ ഗുണമേന്മ ഒന്നുകൂടി വർദ്ധിച്ചു. പിന്നെ ബിഷൻ ദാസ്, അടുത്തൊരു വ്യക്തിയെ പറയുന്നു, ബിഷൻ ദാസ് ആൻഡ് അബുൾ ഹസൻ were the greatest painters of the period. അതായത് ജഹാംഗീറിന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിത്രകാരന്മാരാണ് ബിഷൻ ദാസും അതേപോലെ തന്നെ അബുൾ ഹസനും. ഓക്കെ, ബിഷൻ ദാസും അബുൾ ഹസനും. പിന്നെ ഒരാൾ കൂടി പറയുന്നു കല്യാൺ ദാസ്, മറ്റൊരു പെയിന്ററാണ്. കല്യാൺ ദാസ് വാസ് എ പെയിന്റർ ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് ഷാജഹാൻ. ഷാജഹാന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിന്ററാണ് ആര്, കല്യാൺ ദാസ്. അപ്പോൾ മാറിപ്പോവരുത്, നമ്മൾ നേരത്തെ പറഞ്ഞു മുഗൾ ചിത്രകലയുടെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്, മിർ സയ്യിദ് അലി, അബ്ദുൽ സമദ്, അവരെ കൊണ്ടുവന്നത് ഹുമയൂൺ ആണ്. ഓക്കെ, അതേപോലെ രാസ്നാമ തയ്യാറാക്കിയ ദസ്വന്ത് ആരുടെ കാലത്താ, അത് അക്ബറിന്റെ കാലത്താണ്. ഓക്കെ, പിന്നെ ജഹാംഗീറിന്റെ കാര്യം ഇവിടെ പറയുന്നത് എന്താണ്, ജഹാംഗീറിന്റെ കാലത്ത് ഇവിടെ പറയുന്നു അതിന്റെ ക്വാളിറ്റി അല്ലെ, ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെ ക്വാളിറ്റി ഒന്നുകൂടി, പിന്നെ പെയിന്റിങ്ങിന്റെ ക്വാളിറ്റി ഒന്നുകൂടി മെച്ചപ്പെട്ടു ജഹാംഗീറിന്റെ കാലത്ത്. അദ്ദേഹത്തിന്റെ കാലത്തെ ചിത്രകാരന്മാരാണ് ബിഷൻ ദാസ് അതേപോലെ അബുൾ ഹസൻ. ഓക്കെ, പിന്നെ കല്യാൺ ദാസ് എന്ന് പറയുന്നത് ഷാജഹാന്റെ കാലത്തെ പ്രധാനപ്പെട്ട പിന്നെ ചിത്രകാരനാണ്. അത്രയും നമ്മൾ നോക്കി. ഇനി there were groups of painters during the medieval period. ചിത്രകാരന്മാരുടെ സംഘങ്ങൾ കാലത്തുണ്ടായിരുന്നു. ആൻഡ് they were from many parts of India such as ഗുജറാത്ത്, കശ്മീർ, ഡെക്കാൻ എക്സെട്ര. ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട്, ആ പിന്നെ ഗ്രൂപ്പ് ഓഫ് പെയിന്റേഴ്സ്. ഓക്കെ, ചിത്രകാരന്മാരുടെ സംഘത്തിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന ചിത്രകാരന്മാരുണ്ട്. and Kashmir, Deccan, etc. Their paintings were influenced by their respective regional styles. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്ന ചിത്രകാരന്മാർക്ക് ഗുജറാത്തിന്റെ ചിത്രകലാ രീതിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കശ്മീരിൽ നിന്ന് വന്ന ആളുകൾക്ക് ആ നാട്ടിലുള്ള ചിത്രകലയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ നാട്ടിൽ നിന്നും വന്ന ആളുകൾക്ക് അതത് പ്രദേശങ്ങളുടെ ഒരു സ്വാധീനം അവരുടെ ചിത്രകലയിൽ പ്രകടമായിരുന്നു. ആൻഡ് ദിയർ പെയിന്റിംഗ്സ് were based on the themes of the Puranas and stories of both India and Persia. അപ്പൊ ഈ കാലത്തെ ഈ പറയുന്ന പിന്നെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രധാനമായിട്ടും എന്തിൻ്റെയൊക്കെ ബേസിലാണ് അവർ വരച്ചിട്ടുള്ളത്? അതായത് പിന്നെ പ്രധാനമായിട്ടും ഇന്ത്യയിലെയും അതേപോലെ പേർഷ്യയിലെയും ഒക്കെ പുരാണങ്ങളിൽ നിന്നും കഥകളിൽ നിന്നൊക്കെയുള്ള രംഗങ്ങളാണ് ഈ കാലത്ത് പ്രധാനമായിട്ടും വരച്ചിരുന്നത്.
ദി വാൾ പെയിന്റിങ്സ് ഓഫ് ദാറ്റ് ടൈം വർ ഓൾസോ റിമാർക്കബിൾ. മിഡിവൽ പീരീഡിലെ മറ്റൊരു പ്രത്യേകതയായിരുന്നു വാൾ പെയിന്റിങ്സ്. എന്താ വാൾ പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ? ചുവർ ചിത്രങ്ങൾ എന്ന് പറയും. ഓക്കെ, ചുവർ ചിത്രങ്ങൾ, ചുവരിന്റെ മുകളിൽ വരച്ചു വെക്കുന്ന ചിത്രങ്ങൾ തന്നെ ചുവർ ചിത്രങ്ങൾ. അപ്പോൾ വാൾ പെയിന്റിങ്സും മിഡിവൽ പീരീഡിൽ ഒരു വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ദി വാൾ പെയിന്റിങ്സ് ഓൺ ദി തഞ്ചാവൂർ ടെമ്പിൾ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ചോളാസ് were an important feature of medieval painting. അപ്പോൾ ഈ വാൾ പെയിന്റിങ്ങിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നു വാൾ പെയിന്റിംഗ് ഓൺ ദി തഞ്ചാവൂർ ടെമ്പിൾ. ഓക്കെ, ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ചോള രാജാക്കന്മാരുടെ കാലത്ത് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ തയ്യാറാക്കിയിട്ടുള്ള ചുവർ ചിത്രങ്ങൾ, തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ ഇക്കാലത്തെ മെഡിവൽ പെയിന്റിങ്ങിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നു. പിന്നെ രാജസ്ഥാനി സ്റ്റൈൽ വാസ് അനദർ, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. മറ്റൊരു പെയിന്റിംഗ് സ്റ്റൈലാണ് രാജസ്ഥാനി സ്റ്റൈൽ. ദി രാജസ്ഥാനി സ്റ്റൈൽ വാസ് അനദർ സ്റ്റൈൽ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. മെഡിവൽ പീരീഡിൽ വളർന്ന മറ്റൊരു പെയിന്റിംഗ് സ്റ്റൈലാണ് രാജസ്ഥാനി സ്റ്റൈൽ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ സെന്റൻസ് മാത്രം ഓർത്താൽ മതി. ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ട്രഡീഷണൽ ആൻഡ് മുഗൾ സ്റ്റൈൽസ് ഓഫ് പെയിന്റിംഗ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന നമ്മുടെ പാരമ്പര്യ ശൈലിയും അതേപോലെ മുഗൾ ശൈലിയും കൂടി സമന്വയിച്ചുണ്ടായതാണ്. രണ്ടിന്റെയും ഒരു ബ്ലെൻഡിങ് ആണ്, കോമ്പിനേഷൻ ആണ് ഇത് രാജസ്ഥാൻ സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. രാജസ്ഥാനി അല്ലെങ്കിൽ രാജസ്ഥാനി എന്താ പറയുക, രാജസ്ഥാനി ചിത്രകല അല്ലെ, രാജസ്ഥാനി സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷണൽ ആൻഡ് മുഗൾ സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ്. ഓക്കെ, അപ്പോൾ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. കുറെ ആളുകളെ പേരൊക്കെ പറയുന്നുണ്ട്. അത് കൺഫ്യൂസ്ഡ് ആവാതെ ഓരോ റൂളേഴ്സിന്റെ കാലത്തും ഏതൊക്കെ പെയിന്റേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. പിന്നെ ഒരു ചെറിയൊരു ഭാഗം കൂടി മാത്രം പറഞ്ഞ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മുടെ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ എന്ന രൂപത്തിലൂടെ പറയുന്നു: ദി കൾച്ചറൽ സിന്തസിസ് ഷേപ്ഡ് ഇൻ മെഡീവൽ ഇന്ത്യ ബ്രോട്ട് മെനി ചേഞ്ചസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതായത് മധ്യകാല ഇന്ത്യ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സാംസ്കാരിക സമന്വയം നമ്മുടെ പിന്നീടുള്ള ഇന്ത്യ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ദി ഗ്രേറ്റസ്റ്റ് മോഡൽസ് ഓഫ് ദിസ് സിന്തസിസ് വർ ദീനി ഇലാഹി ആൻഡ് സിഖിസം. ഓക്കെ, പിന്നെ ഈ സമന്വയത്തിന്റെ ഏറ്റവും നല്ല രണ്ട് ഉദാഹരണങ്ങളാണ്, രണ്ട് മാതൃകകളാണ് ഇതൊക്കെ. ദീനി ഇലാഹിയും അതേപോലെ സിഖ് മതവും ഒക്കെ പല പല ആശയങ്ങളും കൂടിച്ചേർന്ന് സമന്വയിച്ചുണ്ടായതാണല്ലോ ദീനി ഇലാഹി, അതേപോലെ സിഖിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ. ദീനി ഇലാഹി വാസ് ഡെവലപ്ഡ് ബൈ ദി കിങ് whereas Sikhism emerged from among the people. നമ്മൾ പഠിച്ചു ദീനി ഇലാഹി എന്ന് പറയുന്നത് ആരുണ്ടാക്കിയത്? അത് ഒരു രാജാവ്, അക്ബർ എന്ന് പറയുന്ന രാജാവ് പ്രധാനമായിട്ട് മുൻകൈ എടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ആശയമാണ്. എന്നാൽ അതേസമയം സിഖ് മതവും അത് ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി വന്ന ഒരു വിശ്വാസമാണ്, മതമാണ്. ഇപ്പൊ രാജാവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമുദായം പറയുന്നു, അതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി വന്ന ഒരു ആശയം പറയുന്നു. ഇതൊക്കെ അപ്പൊ എന്തിന് എക്സാമ്പിളാ? ഈ മിഡിവൽ പീരീഡിലെ കൾച്ചറൽ സിന്തസിസിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ദീനി ഇലാഹി, അതേപോലെ തന്നെ സിഖിസം. ദീനി ഇലാഹി, അതേപോലെ തന്നെ സിഖിസം. ഓക്കെ, then the new styles introduced in the fields of architecture, painting, literature, music enriched the mixed culture of India. അതായത് ശില്പകലയിലും ചിത്രകലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ഒക്കെ പുതിയ പുതിയ ശൈലികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക സങ്കര സംസ്കാരത്തെ, ഇന്ത്യയുടെ സംസ്കാരത്തെ സമ്പന്നമാക്കി എന്ന് പറയാം. ഓക്കെ, enriched the mixed culture of India. അതായത് പല പല ആശയങ്ങളുടെയും ഒരു കൂടിച്ചേരൽ നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും നടന്ന് അത് ഇന്ത്യൻ കൾച്ചർ ഒന്നുകൂടി എൻറിച്ച് ചെയ്യാൻ, ഒന്നുകൂടി സമ്പന്നമാവാൻ ഈ കൂടിച്ചേരലുകൾ, ഈ സിന്തസിസ് കാരണമായിട്ടുണ്ട്. People from different regions of India, followers of different religions and the institutions did make their contributions to this cultural synthesis. ഇന്ത്യയുടെ പല പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും അതേപോലെ വ്യത്യസ്ത മതവിശ്വാസികളും പല പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ ഒരു കൾച്ചറൽ സിന്തസിസിന്, ഈ ഒരു സാംസ്കാരിക സമന്വയത്തിന് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മിഡിവൽ പീരീഡിലാണോ ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു രൂപീകരണം? സാംസ്കാരികമായി നോക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടിച്ചേരലുകൾ നടന്നുകൊണ്ട് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഒരു അടിത്തറ പാകപ്പെട്ടത് ഈ ഒരു മിഡിവൽ പീരീഡിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓക്കെ, അതിൻ്റെ ഒരു ഫലത്തിൽ തന്നെയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് ഐക്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നതും. അപ്പൊ ഇനിയും
അങ്ങോട്ട് ഇതേപോലെ തന്നെ സന്തോഷത്തോടെ ഐക്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇവിടെ പ്രത്യാശിക്കുകയും ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ദി ലാൻഡ് ഓഫ് സിന്തസിസ്, സൂഫി മൂവ്മെന്റ് നമ്മൾ നോക്കി. അവിടെ കുറെ ആളുകളെ പരിചയപ്പെട്ടു. ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി, സൈഖ് നിസാമുദ്ദീൻ ഔലിയ. അതേപോലെ ഭക്തി മൂവ്മെന്റിൽ ആൾവാർമാരെ പറ്റി, നായനാർമാരെ പറ്റി, അതിൽ കബീർ, സൂർദാസ്, തുളസിദാസ്, ഗുരുനാനാക്ക്, മീരാബായ് ഇതൊക്കെ നോക്കി. അതേപോലെ വീരശൈവ മൂവ്മെന്റ്, ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് വീരശൈവ മൂവ്മെന്റ്. അതിൽ ബാസവണ്ണ, വചന സാഹിത്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കൾച്ചറൽ സിന്തസിസിന്റെ ഭാഗമായിട്ട് റീജിയണൽ ലാംഗ്വേജസിന്റെ ഗ്രോത്ത്, മ്യൂസിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആർക്കിടെക്ചർ, പെയിന്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കി. അപ്പോൾ ഈ യൂണിറ്റ് തൽക്കാലം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഇതോടൊപ്പം നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി ഒരു പുതിയ യൂണിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.